ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനിരിപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പനിരിപ്പിൽ വരാനിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ വിമലാൻറ്റി കണ്ട രീതിയിൽ തന്നെ ശ്രുതിക്ക് മൊത്തത്തിൽ കഷ്ടകാലം ആരംഭിക്കാൻ തുടങ്ങിയാണല്ലേ. ആദ്യമേ തന്നെ ഇവരുടെ കഷ്ടകാലം എത്തുന്നത് എന്ന് പറഞ്ഞാൽ 5 കോടി രൂപയുടെ വീട് 3 കോടി രൂപയ്ക്ക് കൊടുക്കാനുണ്ട് എന്ന് ആനന്ദ് പറയുന്ന സമയത്ത് മുന്നും പിന്നും ആലോചിക്കാതെ തന്നെ ഇരുവരും അഡ്വാൻസ് തുകയായി 30 ലക്ഷം രൂപയെ കൊടുത്തതിന് ശേഷം സ്വന്തമായിട്ട് വീട് കിട്ടിയെന്നൊരു അഹങ്കാരത്തോടുകൂടി തന്നെ ആ ഒരു വീട്ടിൽ താമസിക്കുകയാണല്ലേ. അതിനുശേഷം ബാക്കി തുക ഒപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബാങ്ക് ലോൺ എടുക്കാനൊക്കെ ശ്രമിക്കുക മാത്രമല്ല, പൈസ തികയാത്തത് കൊണ്ട് തന്നെ രവിയോട് തൻ്റെ ഭാഗം ഷെയർ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ വീട് ഒരിക്കലും വിൽക്കാൻ താൻ തയ്യാറല്ല എന്ന് ചന്ദ്രയും രവിയും ഉറച്ച തീരുമാനം പറയുന്നതോടുകൂടി തന്നെ ശ്രുതിയും കൂടെ നേരെ ചെല്ലുന്നത് വർഷയുടെ അടുത്തേക്കാണ്. വർഷയുടെ അടുത്തേക്ക് ചെന്നതിന് ശേഷം വർഷയുടെ അച്ഛനോട് സംസാരിച്ച് തങ്ങൾക്കായിട്ട് 75 ലക്ഷം രൂപ ഒപ്പിച്ച് തരണമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും വർഷയും ശ്രീകാന്തും ഒരേ സ്വരത്തിൽ തന്നെ ഇതേക്കുറിച്ച് അച്ഛനോട് ഒരിക്കലും സംസാരിക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. ആ ഒരു സമയത്തും ശ്രുതിയും ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തങ്ങൾ സ്വന്തമായിട്ടൊരു വീട് മേടിക്കുന്നതിൻ്റെ കുശുമ്പ് കൊണ്ടാണ് ഇവർ ഇതേ രീതിയിൽ പറയുന്നത് എന്നൊക്കെയാണ്. എന്നാൽ ശ്രുതിയും ആകട്ടെ ഏത് വിധേനയും പണം ഒപ്പിച്ചിട്ട് ആരെ കൊന്നിട്ടായാലും വേണ്ടില്ല പണം ഒപ്പിച്ച് ഈ ഒരു 3 കോടി രൂപയ്ക്ക് ഈ ഒരു വീട് സ്വന്തമാക്കണം എന്നൊരു സ്വപ്നത്തോടു കൂടി ഇരിക്കുന്ന സമയത്താണ് ആ വീടിൻ്റെ യഥാർത്ഥ ഓണർ അങ്ങോട്ടേക്ക് വന്നതിന് ശേഷം സത്യാവസ്ഥകളെല്ലാം തന്നെ പറയുന്നത് കേട്ടോ. ആദ്യമൊക്കെ ഇവർ വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല എങ്കിലും ഇദ്ദേഹം വ്യക്തമായി തന്നെ കാര്യങ്ങൾ പറയുന്നത് എൻ്റെ വീടാണ്, ഇവിടെ വാടകയ്ക്ക് താമസിച്ചിരുന്ന വിശ്വനാഥൻ എന്ന ആൾ ഫ്രോഡാണ്, അയാളും അയാളുടെ ഭാര്യയും കൂടി പലയിടങ്ങളിൽ ഇതുപോലെ ആളുകളെ പറ്റിച്ച് മുങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പോലീസിനെ വിളിച്ച് സംസാരിച്ച് പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കാമെന്നൊക്കെയാണ് രവിയും സച്ചിയും പറയുന്ന സമയത്ത് നിങ്ങളായിട്ട് വിളിച്ച് ഒത്തുതീർപ്പാക്കേണ്ട, ഇതേ രീതിയിൽ ഇവിടെ സംഭവിക്കുള്ളൂ എന്ന് അറിയാവുന്നത് കൊണ്ട് ഞാൻ തന്നെ പോലീസുകാരെ വിളിച്ച് വരുത്തിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പോലീസുകാർ അങ്ങോട്ടേക്ക് വരുന്നതും അവർ ഇവരോടായിട്ട് എത്രയും വേഗം ഇവിടെ മാറിക്കൊടുക്കണമെന്നും വീടിൻ്റെ യഥാർത്ഥ ഓണർ ഇദ്ദേഹമാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും രവി പറയുന്നത് പ്രശ്നത്തിനൊന്നും നിൽക്കുന്നില്ല സാർ, ഒരു അരമണിക്കൂർ ഞങ്ങൾക്ക് തരണം, എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് ഞങ്ങൾ പോയിക്കോളാം എന്ന് പറയുകയാണ്. അങ്ങനെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് രവി ആ പടിയിറങ്ങാണ് കേട്ടോ. നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഭയങ്കര സങ്കടത്തിലാണ്. കാരണം ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അതെല്ലാം തന്നെ ഒരു നിമിഷം തകർന്നല്ലോ എന്നൊരു സങ്കടം ശ്രുതിക്കും എല്ലാം തന്നെ ഉണ്ട്. എന്നിരുന്നാലും അഹങ്കാരത്തിന് ഒട്ടും കുറവില്ല. ശേഷം ഇവരെ കാത്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ നീലിമ സച്ചിയുടെ എല്ലാ സത്യങ്ങളും തുറന്ന് പറയുന്നതെല്ലാം തന്നെ നമ്മൾ പ്രൊമോയിൽ കണ്ടതാണ്. അതെല്ലാം തന്നെ നമുക്ക് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ സാധിക്കുന്നതാണ്. അതിന് ശേഷം ശ്രുതിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതിനേക്കാളും വളരെ ദയനീയമാണ്. ശ്രുതിയെയും സംസാരിപ്പിക്കുകയോ എന്നാൽ ഇവരെ ഒരുമിച്ച് കടത്തുകയോ മാത്രമല്ല ശ്രുതിക്കുള്ള ഭക്ഷണം പോലും ചന്ദ്ര മര്യാദയ്ക്ക് കൊടുക്കുന്നില്ല. ആ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ ആ വീട്ടിൽ നിന്ന് ശ്രുതി ഇറങ്ങിപ്പോയാലോ എന്ന് പറഞ്ഞ് ചിന്തിക്കുന്നത്. അത്രയ്ക്കും ക്രൂരമായ രീതിയിലാണ് ചന്ദ്ര അവിടെ പെരുമാറുന്നത്. അതിനുശേഷം തൻ്റെ സങ്കടങ്ങളെല്ലാം തന്നെ ശ്രുതി പോയി പറയുന്നത് ഭാമയോടാണ് കേട്ടോ. ഭാമ അവസാനം ചന്ദ്രയോട് സംസാരിച്ച് പ്രശ്നങ്ങളെല്ലാം തന്നെ ഒത്തുതീർപ്പാക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതി വീട്ടിലേക്ക് ചെന്നതിന് ശേഷം ചന്ദ്രയുടെ കാല് പിടിച്ച് കരയുകയും മാത്രമല്ല ഭാമ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടിയാലോചിച്ച് നോക്കുമ്പോഴത്തേക്കും ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ശ്രുതി ഇവിടെ നിന്ന് അവക്കടെ സ്വന്തം അച്ഛൻ്റെ വീട്ടിൽ മലേഷ്യയിലേക്ക് പോയി കഴിഞ്ഞാൽ താൻ കണ്ട സ്വപ്നങ്ങളെല്ലാം തന്നെ വെറുതെയാവും. ശ്രുതിയുടെ സ്വത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രുതിക്ക് വന്നു ചേരേണ്ട സ്വത്താണല്ലോ. അതുകൊണ്ട് തന്നെ ശ്രുതിയെ പിണക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ചന്ദ്ര പ്രശ്നങ്ങളെല്ലാം തന്നെ ഒത്തുതീർപ്പാക്കി വിടുന്നുണ്ട്. എന്നിരുന്നാലും ഇടയ്ക്കുള്ള നമ്മുടെ സച്ചിയുടെ ഓരോ കുത്തിയുള്ള ചോദ്യം, അതായത് 35 ലക്ഷം രൂപയുടെ കണക്കും ചെറിയ പ്രശ്നങ്ങളൊക്കെ സച്ചി ഇതിൻ്റെ പേരിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ചന്ദ്ര പറയുകയാണ് എന്തൊക്കെ വന്നാലും വേണമെങ്കിലും 35 ലക്ഷം രൂപ ഇവൻ എങ്ങനെയും കൊണ്ടേ കൊടുക്കണം, അല്ലെന്നാണ് നമ്മൾ വീണ്ടും നാണം കിടുമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പോകുന്ന ഈ ഒരു സമയത്ത് ഇവർ മൂന്നര, അതായത് രേവതിയും വർഷയും ശ്രുതിയും കൂടി അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് രേവതി ശ്രുതിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, ശ്രുതി നിനക്ക് എന്തെങ്കിലും പണത്തിന് ബുദ്ധിമുട്ടുണ്ടോ, നീ ആരോടെങ്കിലും പണത്തിന് പലിശയ്ക്ക് പൈസ മേടിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ശ്രുതി ഒന്ന് ഞെട്ടിപ്പോകാൻ. ശ്രുതി ചോദിക്കുന്നു, നീ എന്താ രേവതി ഇപ്പം ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് മറ്റൊന്നുമല്ല, നീ ആരുടെയുടെ കയ്യിൽ നിന്ന് പല തവണകളായിട്ട് പൈസ കടം മേടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു എന്ന് പറയുമ്പോഴത്തേ ശ്രുതിക്ക് അത് ഭയങ്കര ഷോക്കാവുന്നുണ്ട്. ശ്രുതി വേഗം എന്ന് പറയുന്നത്, നീ എന്താ രേവതി നീ എങ്ങനെ ഇതേക്കുറിച്ച് അറിഞ്ഞത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നിനക്കറിയാലോ എൻ്റെ അനിയൻ ആരുടെയോട് കുറച്ച് നാൾ നിന്നല്ല, അവനായി പറഞ്ഞതാണ് എന്നോട് ഇതൊക്കെ, നീ എന്തിനാ ഫ്രോഡിൻ്റെ കയ്യിൽ നിന്ന് പണം മേടിക്കുക, എൻ്റെ അനിയൻ്റെ വീഡിയോ പോയതിൻ്റെ പിന്നെ ആൻ്റണി ആണോ എന്നൊരു സംശയം എനിക്കിപ്പോൾ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ രേവതി പറയുമ്പോഴത്തേക്കും ശ്രുതി അങ്ങ് ഭൂമി പിളർന്ന് പോയാലോ എന്ന് പറഞ്ഞ് ചിന്തിക്കണം. അതേ രീതിക്ക് അങ്ങ് ഉരുകി തീരുകയാണ് കേട്ടോ. എങ്ങനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശ്രുതിയുടെ കഷ്ടകാലം ആരംഭിക്കുകയാണ്. എന്തായാലും നമ്മുടെ ആൻ്റണിയും ശ്രുതിയും തമ്മിലുള്ള ആ ഒരു റിലേഷൻ നമ്മുടെ രേവതി അറിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ വലിയ താമസമില്ലാതെ തന്നെ സച്ചിയും അതുപോലെ തന്നെ ബാക്കിയുള്ള വീട്ടുകാരെല്ലാവരും തന്നെ അറിയാൻ പോവുകയാണ് കേട്ടോ. ആകെ മൊത്തം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശ്രുതിയുടെ കഷ്ടകാലം ആരംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ ഇങ്ങനൊരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.